ഈ കഴിഞ്ഞ ഉത്സവനാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന മഹാ അദ്ഭുതം. ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള ആ ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാനെ അലങ്കരിച്ചു. എല്ലാ ദിവസവും ഭഗവാനെ ഓരോരോ രീതിയിലാണ് അലങ്കരിക്കാറുള്ളത്. അന്ന് ഭഗവാനെ അലങ്കരിച്ചത് ഭഗവാന്റെ കയ്യിൽ ഒരു താമരപ്പൂവ് പിടിച്ചു നിൽക്കുന്നതായിരുന്നു. അന്ന് ഉച്ചപൂജ സമയത്ത് ഭഗവാനെ കണ്ടു തൊഴുത എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ആ രൂപം അതീവ ഭംഗിയായി തോന്നി. തൊഴുതു കഴിഞ്ഞ് ആ കീഴ്ശാന്തിയോട് കുറച്ച് ആളുകൾ ചെന്ന് ചോദിച്ചു, അങ്ങാണോ ഭഗവാന് കളഭാലങ്കാരം ചെയ്തത്? ഭഗവാനെ കാണുവാൻ വളരെ ഭംഗിയുണ്ട്. ഭഗവാൻ ആർക്കാണ് ആ താമരപ്പൂ കൊടുക്കാനായിട്ട് നിൽക്കുന്നത്? അറിയില്ല, കണ്ണൻ എന്താണ് വിചാരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. കണ്ണൻ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും എന്ന് ആ തിരുമേനി മറുപടി പറഞ്ഞു. അങ്ങനെ അതേ ദിവസം 3 മണിയോടുകൂടി ഭഗവാന്റെ തിരുനടയിൽ ആനയോട്ട മത്സരം നടന്നു. ഭഗവാന്റെ സ്വന്തം ആനയായ ബാലു മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. അന്നേ ദിവസം ബാലു ശീവേലിക്ക് ആ ഭഗവാന്റെ തിടമ്പയേറ്റി. അതിനുശേഷം ആനയെ പാപ്പാൻ കൊണ്ടുപോയി ആ ക്ഷേത്ര പരിസരത്തെ തളക്കുകയും ചെയ്തു. ആനക്ക് തീറ്റയൊക്കെ ഇട്ടുകൊടുത്തു. അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് കളഭ അലങ്കാരം ചെയ്ത ആ തിരുമേനിയും പുറത്തു നിൽക്കുന്നുണ്ട്. ആ തിരുമേനി നോക്കി നിൽക്കെ ഒരു 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞു ബാലൻ, അവന്റെ കയ്യിൽ ഒരു താമരപ്പൂവും ഉണ്ട്. അവനെ കാണുവാൻ നല്ല ഭംഗിയുമുണ്ട്. ആ താമരപ്പൂവും പിടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ബാലു എന്ന ആനയുടെ മുന്നിലേക്ക് എത്തിയിട്ട് അത് ആനയുടെ നേരെ നീട്ടി. ആ സമയത്ത് അവിടെ പാപ്പാൻ ഉണ്ടായിരുന്നില്ല. തിരുമേനി ദൂരെ നിന്ന് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ആന ആ താമരപ്പൂ ഇങ്ങു മേടിച്ചു. അടുത്ത സെക്കൻഡിൽ ഇത് കാണുന്ന പാപ്പാൻ ഓടിവരികയും ചെയ്തു. ഈ നിമിഷത്തിൽ ആ കുട്ടി എവിടേക്കോ പെട്ടെന്ന് ഓടിപ്പോകുന്നതാണ് കണ്ടത്. ഇനി തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ട് കൂട്ടം തെറ്റി വന്നതാണോ ഈ കുഞ്ഞെന്ന് അവരൊക്കെ ചിന്തിച്ചു. അവരെല്ലാം അവിടെ തിരഞ്ഞു നോക്കി. എന്നാൽ കുട്ടിയെ കണ്ടില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കുട്ടിയും കണ്ടിട്ടില്ല. അപ്പോഴാണ് തിരുമേനി കുറച്ചു മുൻപ് പറഞ്ഞത് ഓർത്തത്. അറിയില്ല, കണ്ണൻ എന്താണ് വിചാരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. കണ്ണൻ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും. വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു എന്ന് ആ തിരുമേനിക്ക് മനസ്സിലായി.